നഷ്ടത്തിലാണ് ഓടുന്നതെങ്കിലും ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും കൃത്യമായി കിട്ടാറില്ലെങ്കിലും മലയാളികളിൽ നല്ലൊരു ശതമാനവും KSRTC പ്രേമികളാണ്. ആനവണ്ടികൾ എന്ന ഓമന പേരിൽ വിളിക്കുന്ന KSRTC മലയാളികളെ സംബന്ധിച്ച് ഒരു വികാരം തന്നെയാണ്. KSRTC എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ചുവപ്പും ചന്ദന കളറും നിറത്തിൽ പിന്നിൽ മാത്രം വാതിലുള്ള ബസ്സുകളാണ്. പിന്നീട് മുന്നിലും വാതിലുകൾ എത്തി. പരമ്പരാഗത ആനവണ്ടിയുടെ ലുക്കിൽ മാറ്റം വരുത്തി വേണാടും മലബാറും മിന്നലും ഗരുഡയും എന്നൊക്കെ ബ്രാൻഡ് ചെയ്ത് KSRTC പുതിയ ബസ് സർവീസുകൾ ആരംഭിച്ചു. സ്വിഫ്റ്റും KURTCയും ഒക്കെ വ്യത്യസ്തങ്ങളായ ബസ്സുകൾ നിരത്തിലെത്തിച്ചെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും ആ പഴയ ആനവണ്ടി തന്നെയാണ് പതിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നതും KSRTCയുടെ പുതിയ ലുക്കാണ്. KSRTCക്ക് പുതിയ ബസ്സുകൾ വരുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞതിന് പിന്നാലെയാണ് പുതിയ ബസ്സുകളുടെ ചിത്രങ്ങൾ സൈബർ ഇടങ്ങളിൽ പ്രചരിച്ചത്. ഇതോടെ ആനവണ്ടി പ്രേമികൾ അസ്വസ്ഥരാണ്. ഞങ്ങളുടെ KSRTC ബസ് ഇങ്ങനെയല്ല എന്നാണ് ആനവണ്ടി പ്രേമികളുടെ നിലപാട്. രാജസ്ഥാൻ വണ്ടി പോലെയുണ്ട്, ഫോട്ടോ കണ്ടിട്ട് എഡിറ്റിംഗ് ആണെന്ന് തോന്നുന്നു, മേസ്തിരി കൈവെക്കുമ്പോൾ ശരിയായിക്കോളും എന്നൊക്കെ കമന്റ് ചെയ്ത് തങ്ങളുടെ അമർഷം അവർ രേഖപ്പെടുത്തുന്നുമുണ്ട്. KSRTC ബസ്സുകളിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത ഡിസൈനും ബോഡി കോഡിലും എത്തിയിരിക്കുന്ന ബസ്സുകളെ അനുകൂലിച്ചും ഒരു വിഭാഗമുണ്ട്. ടീം ആനവണ്ടി KSRTC ബ്ലോഗ് എന്ന ഫേസ്ബുക്ക് പേജിലാണ് ഈ ബസിന്റെ ചിത്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ പിലാത്തറയിൽ വെച്ച് പകർത്തിയ ഫോട്ടോയാണെന്നാണ് ചിത്രത്തിനൊപ്പം പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്. കേരളത്തിന് പുറത്തുനിന്ന് ബോർഡ് ചെയ്തിട്ടുള്ള ബസ്സുകളാണ് ഇവയെന്നാണ് വിലയിരുത്തൽ. ബസിൽ പതിപ്പിച്ചിരിക്കുന്ന താൽക്കാലിക നമ്പർ പ്ലേറ്റിന്റെ സ്ഥാനത്ത് ഗോവ രജിസ്ട്രേഷൻ സീരീസിലുള്ള നമ്പറുകളാണ് നൽകിയിരിക്കുന്നത്. ടാറ്റയുടെ ബസ്സുകളാണ് ചിത്രത്തിലുള്ളത്. സൂപ്പർ ഫാസ്റ്റ്, ഫാസ്റ്റ് പാസഞ്ചർ എന്നിങ്ങനെ വാഹനത്തിൽ എഴുതിയിരിക്കുന്നത്. സംഭവത്തിൽ KSRTCയോ ഗതാഗത വകുപ്പ് മന്ത്രിയോ ഇനിയും പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഫേസ്ബുക്ക് എഡിറ്റിംഗ് സിംഹങ്ങളുടെ ചെപ്പടി വിദ്യയാകും എന്ന ആശ്വാസത്തിലാണ് ആനവണ്ടി പ്രേമികൾ. ആധുനിക സംവിധാനങ്ങളുള്ള ബസ്സുകൾ മുതൽ ഗ്രാമത്തിലേക്കുള്ള ചെറു ബസ്സുകൾ വരെ ഒരു മാസത്തിനകം എത്തുമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ ഉറപ്പ് നൽകിയിരിക്കുന്നത്. മലപ്പുറത്തെ നവീകരിച്ച KSRTC ടെർമിനൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് മന്ത്രി ഇക്കാര്യം വെളിപ്പെടുത്തിയത്. മൈസൂരു, ബാംഗ്ലൂരു തുടങ്ങിയ അന്തർ സംസ്ഥാന റൂട്ടുകളിൽ ന്യായമായ നിരക്കിൽ പുതിയ ഹൈടെക് ബസ്സുകൾ ഓടിക്കുമെന്നും ആളുകൾക്ക് കുറഞ്ഞ റൂട്ടിൽ ചെറിയ ബസ്സുകൾ ഓടിക്കുമെന്നുമായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പുതിയ 134 ബസ്സുകൾ വാങ്ങുന്നതിനായി KSRTC അഡ്വാൻസ് നൽകിയിരുന്നു. ആദ്യഘട്ടമായി 80 ബസ്സുകളും 3 മാസത്തിനുള്ളിൽ 63 ബസ്സുകളും എത്തുമെന്നായിരുന്നു റിപ്പോർട്ട്. ടാറ്റ, അശോക്, ലെയ്ലാൻഡ്, ഐഷർ കമ്പനികളിൽ നിന്നാണ് ബസ്സുകൾ വാങ്ങുന്നത്. ഏതായാലും ഇപ്പോൾ സൈബർ ഇടങ്ങളിൽ പ്രചരിക്കുന്ന ഫോട്ടോയിൽ ഉള്ളതുപോലെയാണോ പുതിയ KSRTC ബസ്സുകൾ എന്നറിയാൻ ഇനിയും കാത്തിരിക്കണം.